എന്നോടൊപ്പം ഒന്ന് നിൽക്കൂ, കണ്ണുകൾ അടയ്ക്കൂ, സാവകാശം നെഞ്ഞത്തു കൈകൾ വയ്ക്കൂ, ഉരുവിടൂ. ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ വ്യത്യസ്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം നന്നായി തോന്നുവാൻ, നല്ലതിനു വേണ്ടി മാത്രം ആയി തോന്നുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വ്യത്യസ്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ വ്യത്യസ്തമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം നന്നായി തോന്നുവാൻ, നല്ലതിനു വേണ്ടി മാത്രമായി തോന്നുവാൻ ആഗ്രഹിക്കുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുകയെന്ന് നിങ്ങൾക്കറിയില്ല. ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിയില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആഗ്രഹം അവസര കവാടങ്ങൾ തുറക്കുന്നു, അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നു, സുഖമാകൽ തുടങ്ങുന്നു. നിർബന്ധത്താലല്ല, മാറ്റം സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന് ബോധമുണ്ടാകുക. ഒരു ചെറിയ ചിന്ത കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ മാറാൻ തയ്യാറാണ് എന്ന ചിന്ത കൊണ്ട്. ഞാൻ മാറാൻ തയ്യാറാണ്. സ്വയം വിമർശിക്കുന്നത് നിർത്തുക. താങ്കൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ താങ്കൾ മാറാൻ തയ്യാറാണ് എന്നതാണ് അർത്ഥം. താങ്കൾ ഇവിടെ ജീവിക്കുന്നത് തന്നെ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ്. ഇത് പെട്ടെന്ന് ആരും അറിയാതെ ഒരു നിമിഷത്തിൽ സംഭവിച്ചതല്ല. നിങ്ങൾ ഇത് കേൾക്കുന്നത് തന്നെ ഇത് സാധിക്കും എന്ന വിശ്വാസത്താലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ഞാൻ ഒരു ഉപകരണമാക്കുന്നു. ഓരോ സമയത്തും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളൊരു വിത്ത് പാകുകയാണെന്ന്. നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകാം, അല്ലെങ്കിൽ ഭയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വിത്തുകൾ പാകാം, അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ വിത്തുകൾ പാകാം, അല്ലെങ്കിൽ അസ്വസ്ഥതയുടെ. നിങ്ങൾ വിത്ത് പാകുന്ന മണ്ണ്, നിങ്ങൾ ഏതു വിത്താണ് ഇടുന്നത് എന്ന് ശ്രദ്ധിക്കുന്നില്ല. മണ്ണിൽ വിത്തിടുമ്പോൾ അത് വളരുന്നു. നിങ്ങൾ ഏതു വിത്തിട്ടാണ് നനയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ? ആ വിത്താണ് മുളച്ചു വരുന്നത്. ഞാൻ ഒരു സത്യം കൂടി പറയാം. നിങ്ങളുടെ ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ എപ്പോഴും നിങ്ങൾക്കത് അനുഭവവേദ്യമാകണമെന്നില്ല. ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ചിലപ്പോൾ നിങ്ങൾ മറന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം. പക്ഷേ സ്നേഹം ഒരിക്കലും നിങ്ങളെ വിട്ടുപിരിയുന്നില്ല. അത് ചിലപ്പോൾ സൂര്യൻ കാർമേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് പോലെ മറഞ്ഞതായി തോന്നാം. നിങ്ങൾക്ക് അത് അവഗണിക്കാം, അതിനെ എതിർക്കാം. പക്ഷേ നിങ്ങൾക്കതിനെ മായ്ച്ചു കളയാൻ സാധിക്കില്ല. ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ നിമിഷം ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്കെതിരായി അല്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം എല്ലാം മാറുന്നു. എല്ലാറ്റിനും മാറ്റം വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ഒരുമിച്ച് തുടങ്ങുന്നത്. മനസ്സിൽ ഇത് മുറുകെ പിടിക്കുക. സുഖമാകുക എന്നത് നിങ്ങൾ ബലം പ്രയോഗിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല. അതിനെ നിങ്ങൾ അനുവാദം കൊടുക്കുകയേ വേണ്ടൂ. സ്നേഹം ഓടിയെത്തി പിടിക്കേണ്ട ഒന്നല്ല. സ്നേഹം നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. സമാധാനം നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്നതല്ല, അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു ശ്വാസമെടുക്കൂ. നിങ്ങളുടെ നെഞ്ച് ശ്വാസത്താൽ നിറയുന്നതും താഴുന്നതും അനുഭവിക്കൂ. പറയൂ, ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ സുരക്ഷിതയാണ്. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ സുരക്ഷിതനാണ്. ഞാൻ സ്നേഹത്താൽ നിറയുന്നു. ഇതാണ് തുടക്കം. ഇതാണ് വാതിൽ. ഇതാണ് ആ സമയം.
പ്രിയ സുഹൃത്തെ, നിങ്ങൾ തകർന്നവനല്ല, നിങ്ങൾ നിറഞ്ഞവനാണ്. നിങ്ങൾ പിന്നിലായി പോയിട്ടില്ല. നിങ്ങൾ കൃത്യസമയം തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാത്തവനല്ല, നിങ്ങൾ പ്രിയപ്പെട്ടവനാണ്.